ഇതാണ് അമീബ എന്ന് പറയുന്നത്. അതിൻ്റെ മൂവ്മെൻ്റാണ് മൈക്രോസ്കോപ്പിലൂടെ നോക്കിയാൽ നമ്മൾ കാണുന്നത്. അത് ഒരു ഭാഗത്തു നിന്നും മറ്റൊരു ഭാഗത്തേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അത് തൻ്റെ ഇരയെ പിടിക്കാൻ വേണ്ടിയിട്ട് വലയം ചെയ്ത് ട്രാപ്പിലാക്കുകയും അതിൽ ഫുഡിൻ്റെ ഡൈജഷൻ പോലെയുള്ള പ്രവർത്തനങ്ങളെല്ലാം മറ്റുള്ള വലിയ ജീവികളിൽ നടക്കുന്നത് പോലെ തന്നെ ഇതിൽ നടക്കുകയും ചെയ്യുന്നുണ്ട്. ഇതാണ് അമീബ എന്ന് പറയുന്നത്. ഇനി നമുക്ക് പാഠഭാഗത്തേക്ക് വരാം. എങ്ങനെയാണ് അതിൻ്റെ ഷേപ്പ് നമുക്ക് നിർവചിക്കാൻ പറ്റുമോ? ഷേപ്പ് അപ്പിയേഴ്സ് ഇറഗുലർ. അതിൻ്റെ ഷേപ്പ് ഇറഗുലറാണ്. ഒരു റെഗുലർ ഷേപ്പ് അമീബയ്ക്കില്ല. ഇൻഫാക്ട് അമീബ ഹാസ് നോ ഡെഫിനിറ്റ് ഷേപ്പ് അൺലൈക്ക് അതർ ഓർഗാനിസം. മറ്റുള്ള ജീവികളെപ്പോലെ അമീബക്ക് കൃത്യമായ ഒരു ഷേപ്പ് ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇറ്റ് കീപ്സ് ഓൺ ചേഞ്ചിങ് ഇറ്റ്സ് ഷേപ്പ്. അതിൻ്റെ ഷേപ്പ് ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലുള്ള പിക്ചർ കണ്ടിട്ടുണ്ടാവും അമീബ. ഇതാണ് അമീബ എന്ന് പറയുന്നത്. ഇതിന് കൃത്യമായൊരു ഷേപ്പ് നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ. ഒബ്സർവ് ദി പ്രൊജക്ഷൻസ് ഓഫ് വാരിങ് ലെങ്ത് പ്രൊട്രൂഡിങ് ഔട്ട് ഓഫ് ഇറ്റ്സ് ബോഡി. എന്താണ് പ്രൊട്രൂഡിങ്? നീണ്ടു നിൽക്കുകയാണ്. അതിൻ്റെ ലെങ്ത് പല ഭാഗത്തേക്കായിട്ട് നീണ്ടു നിൽക്കുകയാണ്. അതിൻ്റെ പ്രൊജക്ഷൻസ്, പുറത്തേക്ക് തള്ളിയിരിക്കുന്ന ഭാഗങ്ങൾ, വാരിങ് ലെങ്ത് പ്രൊട്രൂഡിങ് ഔട്ട് ഓഫ് ഇറ്റ്സ് ബോഡി, അതിൻ്റെ ബോഡിയുടെ പുറത്തേക്ക് പല ഭാഗത്തേക്കായി തെറിച്ചു നിൽക്കുകയാണ്. ദീസ് ആർ കോൾഡ് സ്യൂഡോപോഡിയ. ആ ഒരു തെറിച്ചു നിൽക്കുന്ന ഭാഗത്തിനെയാണ് എന്ത് പറയുക? സ്യൂഡോപോഡിയ. വാട്ട് ഈസ് സ്യൂഡോപോഡിയ? എക്സാമിന് വരുന്ന ഭാഗമാണ്. അമീബയുടെ ഷേപ്പ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഒബ്സർവിങ് അമീബ പ്രൊജക്ഷൻസ് ഓഫ് വാരിങ് ലെങ്ത് പ്രൊട്രൂഡിങ് ഔട്ട് ഓഫ് ഇറ്റ്സ് ബോഡി, ദീസ് ആർ കോൾഡ് സ്യൂഡോപോഡിയ. എന്താണ് സ്യൂഡോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഫാൾസ് അല്ലെങ്കിൽ കപടമായ. പോഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫീറ്റ്. അപ്പം കപടമായ പാദങ്ങളാണ് അതിനുള്ളത്. ശരിക്കുള്ള പാദങ്ങൾ അതിനില്ല. ഒരു കപടമായ പാദങ്ങളാണ്. അമീബ മൂവ് ചെയ്യുന്നുണ്ട് കാലുകളുള്ളത് പോലെ, എന്നാൽ ശരിക്കുള്ളൊരു കാലില്ല. സ്യൂഡോപോഡിയ. ദീസ് പ്രൊജക്ഷൻസ് അപ്പിയർ ആൻഡ് ഡിസപ്പിയർ ആസ് അമീബ മൂവ്സ് ഓർ ഫീഡ്സ്. ഈ ഒരു പ്രൊജക്ഷൻസ് ചിലപ്പം ഉണ്ടാവാം, ഉണ്ടാവാതിരിക്കാം. ഭക്ഷിക്കുന്ന സമയത്ത് അത് അങ്ങനെയുള്ള പ്രൊജക്ഷൻസ് ഒന്നും കാണില്ല. എന്നാൽ അത് മൂവ്മെൻറ്റിൻ്റെ സമയത്ത് അത്തരം പ്രൊജക്ഷൻസ് കാണുകയും ചെയ്യും. എ വൈറ്റ് ബ്ലഡ് സെൽ WBC in human body is another example of single cell which can change its shape. അമീബയെ പോലെ തന്നെ ഷേപ്പ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന മനുഷ്യ ശരീരത്തിലെ ഒരു സെല്ലാണ് WBC. WBCയുടെ ഫങ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലേക്ക് നുഴഞ്ഞു കയറുന്ന അണുക്കൾ, പാത്തജൻസ്, ബാക്ടീരിയ, വൈറസ് ഇവയൊക്കെ നശിപ്പിക്കുക എന്നുള്ളൊരു ദൗത്യമാണ് WBCക്കുള്ളത്. വൈറ്റ് ബ്ലഡ് സെല്ല്, അതായത് ഒരു മിലിറ്ററിക്കാരൻ്റെ ദൗത്യമാണ് WBC നിർവഹിക്കുന്നത്. രാജ്യത്തേക്ക് നുഴഞ്ഞു കയറുന്ന ശത്രുക്കളെ തോൽപ്പിക്കുന്നത് പോലെ WBC നമ്മുടെ ശരീരത്തിലേക്ക് നുഴഞ്ഞു കയറുന്ന അണുക്കളെ നശിപ്പിക്കുക എന്നുള്ളൊരു ദൗത്യമാണ്. എങ്ങനെയായിരിക്കും WBCയുടെ ഷേപ്പ്? നമുക്കൊന്ന് നോക്കാം. WBC വൈറ്റ് ബ്ലഡ് സെൽസ്. ഇതാണ് WBC. അത് അണുക്കളെ പിന്തുടർന്ന് നശിപ്പിക്കുകയും മറ്റും ചെയ്യുന്നു. അതിൻ്റെ 3D ഷേപ്പാണ് നമ്മൾ കാണുന്നത്. ഓക്കെ. അപ്പോൾ ഇത് അമീബയെ പോലെ തന്നെ അതിൻ്റെ ഷേപ്പ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആര്? നമ്മുടെ ശരീരത്തിലെ WBC. ബട്ട് വൈൽ WBC ഈസ് എ സെൽ, അമീബ ഈസ് എ ഫുൾ ഫ്ലെഡ്ജ്ഡ് ഓർഗാനിസം കാപ്പബിൾ ഇൻ ഇൻഡിപെൻഡൻറ്റ് എക്സിസ്റ്റൻസ്. അമീബ എന്ന് പറയുന്നത് എല്ലാം തികഞ്ഞിട്ടുള്ള ഒരു ജീവിയാണ്. പക്ഷേ WBC എന്ന് പറയുന്നത് ശരീരത്തിലുള്ള ഒരു കോശമാണ്. ഇതാണ് വ്യത്യാസം. വാട്ട് ദി ഷേപ്പ് വുഡ് യു എക്സ്പെക്ട് ഇൻ ഓർഗാനിസം വിത്ത് മില്യൺസ് ഓഫ് സെൽ?
ലക്ഷക്കണക്കിന് സെല്ലുകളുള്ള, മില്യൺ എന്ന് പറയുമ്പോൾ 10 ലക്ഷം, ലക്ഷക്കണക്കിന് സെല്ലുകളുള്ള ഓർഗാനിസത്തിൻ്റെ ഷേപ്പ് എങ്ങനെയായിരിക്കും? സെല്ലിൻ്റെ നമ്പറിനനുസരിച്ച് ഓർഗാനിസത്തിൻ്റെ ഷേപ്പ് നമുക്ക് പറയാൻ പറ്റുമോ? പറ്റില്ല. കോടാനുകോടി സെല്ലുകളുള്ള മനുഷ്യൻ്റെ ശരീരവും അതേപോലെ തന്നെ കോടിക്കണക്കിന് സെല്ലുകളുള്ള ആനയുടെ ശരീരവും നമുക്ക് സെല്ലിൻ്റെ നമ്പറിൻ്റെ അടിസ്ഥാനത്തിൽ നിർവചിക്കാൻ പറ്റില്ല. അപ്പോൾ ദി ഡിഫറെൻറ്റ് ഷേപ്സ് ആർ റിലേറ്റഡ് ടു ദെയർ സ്പെസിഫിക് ഫങ്ഷൻസ്. അപ്പോൾ സെല്ലിൻ്റെ ഷേപ്പിലുണ്ടാകുന്ന വ്യത്യാസം അവ നിർവഹിക്കുന്ന ധർമ്മത്തിന് അനുസരിച്ചിരിക്കും. ജനറലി സെൽസ് ആർ റൗണ്ട്, സ്ഫെറിക്കൽ ഓർ ഇലോങ്ങേറ്റഡ്. പൊതുവെ സെല്ലുകൾ ഒന്നുകിൽ റൗണ്ട് ഷേപ്പിലായിരിക്കും, അല്ലെങ്കിൽ സ്ഫെറിക്കൽ ഷേപ്പിൽ, ഗ്ലോബ് പോലെ, ഗോട്ടി പോലെ സ്ഫെറിക്കൽ ഷേപ്പിലായിരിക്കും, അല്ലെങ്കിൽ ഇലോങ്ങേറ്റഡ് ആയിരിക്കും. ശരീരത്തിലുടനീളം നീണ്ടു കിടക്കുന്ന ഇലോങ്ങേറ്റഡ് ആയിരിക്കും. സം സെൽസ് ആർ ലോങ് ആൻഡ് പോയിൻറ്റഡ് അറ്റ് ബോത്ത് എൻഡ്. ദേ എക്സിബിറ്റ് എ സ്പിൻഡിൽ ഷേപ്പ്. ചില സെല്ലുകൾ രണ്ട് അഗ്രഭാഗങ്ങൾ കൂർത്ത് നിൽക്കുന്ന സ്പിൻഡിൽ ഷേപ്പ്, നാര് പോലെ നീണ്ടു കിടക്കുന്ന സെല്ലുകളായിരിക്കും നമ്മുടെ മസിൽ സെല്ലുകൾ. നമ്മുടെ മസിലുകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വലിഞ്ഞു മുറുകാനും ഒക്കെ സഹായിക്കുന്ന മസിൽ സെല്ലുകൾ. ചിത്രത്തിൽ ബി കാണുന്നുണ്ടാവും, സ്പിൻഡിൽ ഷേപ്പ്ഡ് മസിൽ സെൽ. എന്നാൽ സെൽ സംടൈംസ് ആർ ക്വൈറ്റ് ലോങ്. അതിന് മുമ്പിട്ട് സം സെൽസ് ആർ ലോങ് ആൻഡ് പോയിൻറ്റഡ്. ഓക്കെ, സെൽസ് സംടൈംസ് ആർ ക്വൈറ്റ് ലോങ്, സം ആർ ബ്രാഞ്ച്ഡ് ലൈക്ക് നെർവ് സെൽ ഓർ ന്യൂറോൺ. നെർവ് സെൽ എന്ന് പറയുന്നത് നീണ്ടു കിടക്കുന്ന ഒരു സെല്ലാണ്, നമ്മുടെ നെർവ് സെൽ എന്ന് പറയുന്നത്. ദി നെർവ് സെൽ റിസീവ്സ് ആൻഡ് ട്രാൻസ്ഫേഴ്സ് മെസ്സേജസ് ദെർബൈ ഹെൽപ്പിംഗ് ടു കൺട്രോൾ ആൻഡ് കോർഡിനേറ്റ് ദി വർക്കിംഗ് ഓഫ് ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദി ബോഡി. നമ്മുടെ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും മെസ്സേജ് പാസ് ചെയ്യുക എന്നുള്ളൊരു ദൗത്യമാണ് ആര് നിർവഹിക്കുന്നത്? നെർവ് സെൽ അല്ലെങ്കിൽ ന്യൂറോൺ നിർവഹിക്കുന്നത്. എങ്ങനെയായിരിക്കും നെർവ് സെൽ? നമുക്കൊന്ന് നോക്കാം. നെർവ് സെൽ, neuron or nerve cell. In animals, control and coordination are provided by nervous and നമ്മുടെ muscular തലച്ചോറിലേക്ക് tissues. മെസ്സേജ് എത്തിക്കുകയാണ് All നെർവ് സെൽ information from our നിർവഹിക്കുന്നത്. environment ആ is മെസ്സേജ് detected പോകുന്ന by റൂട്ട് the നമ്മൾ കാണുന്നു. specialized tips of some nerve ശരീരത്തിൻ്റെ ഒരു cells. ഭാഗത്ത് നിന്നും These ഒരു receptors are സ്പർശനം usually അല്ലെങ്കിൽ located തീപ്പൊള്ളൽ in our sense തുടങ്ങിയവയൊക്കെ organs. ഉണ്ടാകുന്ന സമയത്ത് Nerve cells ഓൺ ദ or സ്പോട്ടിൽ അത് neurons നമ്മുടെ respond to തലച്ചോറിലേക്ക് എത്തിക്കുക external എന്നുള്ള and ദൗത്യമാണ് internal stimuli. നെർവ് സെല്ല് Let's നിർവഹിക്കുന്നത്. understand. ഓക്കെ, നെർവ് സെൽ, നമ്മുടെ കൈ ഒന്ന് തീയിൽ തൊട്ടാൽ ഓൺ ദ സ്പോട്ടിൽ നമ്മളെ തലച്ചോറ് നമ്മളത് അറിയുന്നുണ്ട്, അല്ലാതെ ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ടല്ല. ആ മെസ്സേജ് എത്തിക്കുക എന്നുള്ളൊരു ദൗത്യമാണ് നെർവ് സെല്ല് നിർവഹിക്കുന്നത്. അപ്പോൾ എന്താണ് സ്ഫെറിക്കൽ ഷേപ്പ്? അതിനുള്ള ഒരു ഉദാഹരണമാണ് ഏതാണ്? സ്ഫെറിക്കൽ റെഡ് ബ്ലഡ് സെൽസ് ഓഫ് ഹ്യൂമൻ. നമ്മുടെ ശരീരത്തിലുള്ള ഒരുപാട് ബ്ലഡ് സെല്ലുകൾ, രക്തകോശങ്ങളിലൊക്കെ സ്ഫെറിക്കൽ ഷേപ്പാണ് കൂടുതലും ഉള്ളത്. ഇതിൻ്റെ ബാക്കിയാണ്. ഓക്കെ, ഇവിടെ ഗ്രീൻ കളറിൽ കാണുന്നത് അതിൻ്റെ നേരെ ബാക്കിയാണ് ഇവിടെ ഉള്ളത്. എല്ലാവരും അത് എഴുതിയെടുക്കുക. ഇനി കമ്പോണൻസ് ഓഫ് സെൽസ് ആർ എൻക്ലോഡ്സ് ഇൻ എ മെംബ്രെയിൻ. നമ്മുടെ സെല്ലിൻ്റെ ഉള്ളിലടങ്ങിയിരിക്കുന്ന ഒരുപാട് കമ്പോണൻസ്, പ്ലാസ്മ, റൈബോസോം, അങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങളുണ്ട്. അതൊക്കെ ഒരു മെംബ്രെയിൻ്റെ ഉള്ളിലൊരു മതിൽക്കെട്ട് പോലെയുള്ളൊരു മെംബ്രെയിൻ്റെ ഉള്ളിലാണ് കാര്യങ്ങളൊക്കെ ഉള്ളത്. നമ്മുടെ സെല്ലെന്ന് പറയുന്നത് ഒരു മെയിൻ ഓഫീസാണെങ്കിൽ ആ മെയിൻ ഓഫീസിൽ നിന്നാണ് കാര്യങ്ങൾ മുഴുവനും കൺട്രോൾ ചെയ്യുന്നത്. നമ്മുടെ ശരീരത്തിൻ്റെ ധർമ്മങ്ങളൊക്കെ സെല്ലിൻ്റെ ഉള്ളിൽ നിന്നാണ് കൺട്രോൾ ചെയ്യുന്നത്. ഈ ഒരു സെല്ലിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെ ഒരു മെംബ്രെയിൻ്റെ ഉള്ളിലാണ്, ഒരു മതിൽക്കെട്ട് പോലെയുള്ള. ദിസ് മെംബ്രെയിൻ പ്രൊവൈഡ്സ് ഷേപ്പ് ടു ദി സെൽസ് ഓഫ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്. ആനിമൽസിനും പ്ലാന്റ്സിനും ഒക്കെ, പ്ലാന്റ്സിൻ്റെയൊക്കെ സെല്ലിൻ്റെ ഷേപ്പിനെ ഡിറ്റർമിൻ ചെയ്യുന്നത് ആരാണ്? ഈ മെംബ്രെയിൻ ആണ്. എന്നാൽ നമ്മൾ കൊടുക്കുന്ന നെക്സ്റ്റ് പോയിന്റ്, സെൽ വാൾ ഈസ് ആൻ അഡീഷണൽ കവറിങ് ഓവർ ദി സെൽ മെംബ്രെയിൻ ഇൻ പ്ലാന്റ് സെൽ. നമ്മുടെ പ്ലാന്റ് സെൽ എടുത്ത് നോക്കുകയാണെങ്കിൽ ഈ സെൽ മെംബ്രെയിൻ എന്ന് പറയുന്ന ഈ മതിൽക്കെട്ടിന് പുറത്ത് വേറൊരു മതിൽക്കെട്ടുണ്ട്. അതിനെയാണ് സെൽ വാൾ എന്ന് പറയുന്നത്. എന്നാൽ ആനിമൽസിന് അങ്ങനെ സെൽ വാളില്ല. സെൽ വാള് പ്ലാന്റ്സിൽ മാത്രമേ ഉള്ളൂ. അതേപോലെ തന്നെ ചില ബാക്ടീരിയയിൽ മാത്രം. ആനിമൽസിൽ ഒരിക്കലും സെൽ വാൾ ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരാം.
സെൽ വാൾ ഈസ് പ്രസൻറ്റ് ആനിമൽസിലാണോ, പ്ലാന്റ്സിലാണോ, വൈറസിലാണോ, ഇനി വേറെ എന്തെങ്കിലും ആണോ, അങ്ങനെയൊക്കെ വരും. അപ്പോൾ സെൽ വാൾ എന്തിലാണ് പ്രസൻ്റ് ആയിട്ടുള്ളത്? പ്ലാന്റ്സിൽ മാത്രമേ സെൽ വാൾ ഉള്ളൂ. എന്നാൽ പ്ലാന്റ്സിലും ആനിമൽസിലും കോമൺ ആയിട്ട് എന്തുണ്ട്? സെൽ മെംബ്രെയിൻ ഉണ്ട്. ഇറ്റ് ഗിവ്സ് ഷേപ്പ് ആൻഡ് റിജിഡിറ്റി ടു ദീസ് സെൽസ്. ഇറ്റ് ഗിവ്സ് ഷേപ്പ് ആൻഡ് റിജിഡിറ്റി ദി സെൽസ്. ഇത് സെല്ലിന് ഷേപ്പും നല്ല ബലവും നൽകുന്നു. ബാക്ടീരിയ സെൽ ഓൾസോ ഹാസ് സെൽ വാൾ. ബാക്ടീരിയക്ക് സെൽ വാൾ ഉണ്ട്. Size of cells. The size of cells in living organism may be as small as a millionth of meter. ഒരു മീറ്ററിൻ്റെ 10,00,000 മാത്രമേ, ഒരു മീറ്ററിൻ്റെ 10,00,000 മാത്രമേ സെല്ലിൻ്റെ ലെങ്ത് ഒക്കെ ഉണ്ടാവുള്ളൂ, സൈസ്. നമുക്ക് നമ്മുടെ കണ്ണുകൾ കൊണ്ട് പൊതുവേ സെല്ലുകളെ കാണാൻ പറ്റില്ല. ഓർ മേ ബി ലാർജ് ആസ് ഫ്യൂ സെൻറ്റിമീറ്റർ. ചിലപ്പോൾ ഒരു സെൻറ്റിമീറ്ററൊക്കെ ഉള്ള സെല്ലുകളും ഉണ്ട്. അതൊക്കെ വളരെ കുറവാണ്. എന്നാലും അങ്ങനെയുള്ള സെല്ലുകളുണ്ട്. എന്നാൽ കൂടുതൽ സെല്ലുകൾ. ഹൗവർ മോസ്റ്റ് ഓഫ് ദി സെൽസ് മൈക്രോസ്കോപ്പ് ഇൻ സൈസ് ആർ നോട്ട് വിസിബിൾ ടു ദി അൺഎയ്ഡഡ് ഐ. എന്നാൽ കൂടുതൽ ഭൂരിഭാഗം സെല്ലുകളും നമ്മുടെ നഗ്നനേത്രങ്ങളെ കൊണ്ട് കാണാൻ പറ്റാത്ത സെല്ലുകളാണുള്ളത്. ഈ WBC, വൈറ്റ് ബ്ലഡ് സെൽ, RBC, RBC, WBC, റെഡ് ബ്ലഡ് സെല്ല് തുടങ്ങിയവയൊക്കെ മൈക്രോസ്കോപ്പിലൂടെ നോക്കിയാൽ മാത്രമേ നമ്മുടെ രക്തകോശങ്ങളൊക്കെ കാണാൻ കഴിയുകയുള്ളൂ. ദി സ്മോളസ്റ്റ് സെൽ ഈസ് 0.1 to 0.5 മൈക്രോമീറ്റർ ഇൻ ബാക്ടീരിയ. ബാക്ടീരിയയിലുള്ള ഏറ്റവും സ്മോളസ്റ്റ് സെൽ ഈസ് 0.1 to 0.5 മൈക്രോമീറ്റർ ഇൻ ബാക്ടീരിയ. ബാക്ടീരിയയിൽ കാണുന്ന സെല്ലാണ് ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള സെല്ല്. ഇതാണ് മൈക്രോമീറ്റർ. മില്യൺസ് ഓഫ് മീറ്റർ. ഒരു മീറ്ററിൻ്റെ 10,00,000 മൈക്രോമീറ്റർ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള മൈക്രോമീറ്ററിൻ്റെ 0.1 മൈക്രോമീറ്റർ ടു 0.5 മൈക്രോമീറ്റർ ആണ്. അത് നിങ്ങൾ ബൈഹാർഡാക്കി പഠിച്ചാൽ മതി. 0.1 to 0.5 മൈക്രോമീറ്റർ ആണ് ബാക്ടീരിയ സെല്ല്. അതാണ് ഏറ്റവും സ്മോളസ്റ്റ്. എന്നാൽ ലാർജസ്റ്റ് സെല്ല് ഏതാണ്? ഏറ്റവും വലിയ സെല്ല്. ദി ലാർജസ്റ്റ് സെൽ മെഷറിംഗ് 170 millimeter to 130 mm is the egg of ostrich. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ ലോകത്തിലെ ഏറ്റവും വലിയ സെല്ല് എന്ന് പറയുന്നത് ഒട്ടകപക്ഷിയുടെ മുട്ടയാണ്. അപ്പോൾ ഇതിൽ 170 millimeter മുതൽ 130 millimeter, 170 into 130 millimeter ആണ് എഗ് ഓഫ് ഓസ്ട്രിച്ച് എന്നതിൻ്റെ സെല്ലിൻ്റെ സൈസ് എന്ന് പറയുന്നത്. ഇനി നമുക്കുള്ളത് the size of cells has no relation with the size of body of the animal or plant. The size of cell has no relationship with the size of the body of the animals or plant. ആനിമൽസിൻ്റെ അല്ലെ പ്ലാന്റ്സിൻ്റെയോ സൈസിനനുസരിച്ചിട്ട് സെല്ലിൻ്റെ സൈസ് മാറിക്കൊള്ളണം എന്നില്ല. വലിയ ജീവികളുടെ സെല്ല് വലുതും ചെറിയ ജീവികളുടെ സെല്ല് ചെറുതും അങ്ങനെ ആവണം എന്നൊന്നുമില്ല. ഇറ്റ് ഈസ് നോട്ട് നെസസറി ദാറ്റ് സെൽസ് ഇൻ എലിഫന്റ് അതായത് ആനയുടെ സെല്ലിൻ്റെ ഒരു സെല്ല് എന്ന് പറയുന്നത് പിന്നെ റാറ്റിൻ്റെ എലിയുടെ ഒരു സെല്ലിനേക്കാൾ വലുതായിക്കൊള്ളണം എന്നില്ല. ചിലപ്പോൾ രണ്ടും സെയിം ആവാം. വലിയ ജീവിക്ക് വലിയ സെല്ലുണ്ടാവണം എന്നില്ല, ചെറിയ ജീവിക്ക് ചെറിയ സെല്ലും ആവണം എന്നതില്ല. അങ്ങനെ ഒരു സൈസിൽ ആനിമൽസിൻ്റെ സൈസിനനുസരിച്ച് സെല്ലിൻ്റെ ഷേപ്പ് സൈസ് മാറുകയൊന്നുമില്ല. ദി സൈസ് ഓഫ് ദി സെൽ ഈസ് റിലേറ്റഡ് ടു ഇറ്റ്സ് ഫങ്ഷൻ. സെല്ലിൻ്റെ സൈസ് എപ്പോഴും അതിൻ്റെ ഫങ്ഷനെ അനുസരിച്ചിരിക്കുമെന്ന് നമ്മൾ പറഞ്ഞു. ഫോർ എക്സാമ്പിൾ, നെർവ് സെൽ ബോത്ത് ഇൻ ദി എലിഫന്റ് ആൻഡ് റാറ്റ് ആർ ലോങ് ആൻഡ് ബ്രാഞ്ച്ഡ്. ഉദാഹരണത്തിന് പിന്നെ നെർവ് സെല്ല്, ആനയുടെ നെർവ് സെല്ലും എലിയുടെ നെർവ് സെല്ലും എല്ലാം ബ്രാഞ്ചഡും ഇലോങ്ങേറ്റഡും ആണ്. അത് വളരെ നീണ്ടതും ഒരുപാട് ശാഖകളുമുള്ളത് തന്നെയാണ്. ദേ പെർഫോം ദി സെയിം ഫങ്ഷൻ ദാറ്റ് ഓഫ് ട്രാൻസ്ഫറിങ് മെസ്സേജസ്. അവ രണ്ടിലും നിർവഹിക്കുന്നത് ഒരേ ഫങ്ഷനാണ്. മെസ്സേജിനെ പാസ് ചെയ്യുക എന്നുള്ളൊരു ധർമ്മമാണ് ഇവ രണ്ടും നിർവഹിക്കുന്നത്.